സിനിമയ്ക്ക് ഏത് ടൈപ്പ് എൻഡിങ്ങും ആകാം. ഓഡിയൻസ് സബ് കോൺഷ്യസായി ആഗ്രഹിക്കുന്ന ഒരു എൻഡിംഗ് ആണ് സിനിമയ്ക്കുള്ളതെങ്കിൽ ഡെഫിനറ്റ്ലി അതവരെ സാറ്റിസ്ഫൈ ചെയ്യും. അത് സാഡോ ഹാപ്പി എൻഡിങ്ങോ ആയിക്കോട്ടെ, ബട്ട് ഇമോഷണൽ ഇമ്പാക്റ്റ് ഉള്ള ഒന്നായാൽ മതി. അതാണ് സിനിമാറ്റിക്. അതേസമയം ഓഡിയൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ തെറ്റിക്കുന്ന ഒന്നാണ് റിയലിസ്റ്റിക് എൻഡിങ്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഫ്രസ്ട്രേഷനുള്ള സാധ്യതയും ഉണ്ടല്ലോ. കച്ചവട സിനിമയിൽ അത് അപകടമാണ്. ജുഡീഷ്യറിയിലെ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീമിനെ മിസ്യൂസ് ചെയ്യുന്ന ക്രിമിനൽ റാക്കറ്റിൻ്റെ കഥ കൂടി പറയുന്ന ഐഡന്റിറ്റി മൂവി. അത് ചെയ്തവരെ പണിഷ് ചെയ്യുന്ന സ്കെച്ച് ആർട്ടിസ്റ്റ് നായകൻ്റെ റിവെഞ്ച്, വിക്ടിംസിന് ജസ്റ്റിസ് കിട്ടണമെന്ന ഓഡിയൻസിൻ്റെ ഇന്റേണൽ എക്സ്പെക്റ്റേഷനെ കംപ്ലീറ്റ് ആക്കുന്ന സിനിമാറ്റിക് എൻഡിങ്. മഞ്ഞുമലയിൽ മിസ്സിംഗ് ആയ മകനെ കുറ്റബോധത്തോടെ ദിവസങ്ങളോളം തിരയുന്ന ഒരു അച്ഛൻ്റെ കഥയാണ് ഫാദർ ഹു മൂവ്സ് ദി മൗണ്ടെയിൻസ് എന്ന റൊമാനിയൻ മൂവി. തിരയുന്നവർക്കെല്ലാം അതൊരു പാഴ്വേലയാണെന്ന് അറിയുമ്പോഴും ആ അച്ഛൻ മാത്രം തൃപ്തനാവുന്നില്ല. അയാൾക്ക് മകനെ കണ്ടെത്താനും കഴിയുന്നില്ല. ഇൻകംപ്ലീറ്റ് ഫീലുള്ളൊരു റിയലിസ്റ്റിക് എൻഡിങ്. ഗെയിം ചേഞ്ചർ തെലുഗു മൂവി. പൊളിറ്റിക്കൽ ഗുണങ്ങളെ ധീരമായി നേരിടുന്ന IAS-കാരൻ്റെ കഥ പറയും. തൻ്റെ നാശം ആഗ്രഹിക്കുന്നവരെ സിനിമ തീരുമ്പോൾ നായകൻ ഫിനിഷാക്കുന്നതും പിണക്കമൊക്കെ മാറി നായികയുമായി ഒന്നിക്കുന്നതും സിനിമാറ്റിക് എൻഡിങ് ആണ്. കാശ് കൊടുത്ത് പടം കാണുന്ന ഓഡിയൻസും അത് ആഗ്രഹിക്കുന്നു. അച്ഛൻ്റെ വാക്ക് കേൾക്കാതെ കോളേജ് പാർട്ടിക്ക് പോകുന്ന നായികയുടെ ഫോട്ടോ ഓൺലൈനിൽ വൈറലാവുകയും വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്ന ഇന്തോനേഷ്യൻ മൂവിയാണ് ഫോട്ടോ കോപ്പിയർ. അങ്ങനെ ഒരു അനുഭവം തനിക്ക് മാത്രമല്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടും കൾപ്രിറ്റ്സിനെ ഒന്നും ചെയ്യാൻ അവൾക്ക് പറ്റുന്നില്ല. കല്ലുകടി തോന്നുന്ന റിയലിസ്റ്റിക് എൻഡിങ്. സിനിമ തീരുമ്പോൾ ഓഡിയൻസിന് ഫുൾഫിൽനെസ് കൊടുക്കുന്ന ഒന്നാണ് സിനിമാറ്റിക് എൻഡിങ് എങ്കിൽ ആ പ്ലഷർ റിസീവിങ്ങിനെ അണ്ടർമൈൻ ചെയ്യുന്ന ഒന്നാകുന്നു പലപ്പോഴും റിയലിസ്റ്റിക് എൻഡിങ്.